കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എമ്പുരാൻ കാണാൻ വേണ്ടി കുടുംബസമേതം പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം എമ്പുരാൻ കാണും, കാരണം കൃത്യമായി ഒരു സിനിമയെ ആക്രമിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ, പ്രതിഷേധം എന്ന നിലയിൽ സിനിമ എത്രയും വേഗം കാണുമെന്ന് ഇ പി ജയരാജൻ പറഞ്ഞിരുന്നു. എമ്പുരാൻ കാണാൻ പോവുകയാണ്. എമ്പുരാൻ സിനിമ ഇവിടെ അടുത്തുള്ളൊരു ടാക്കീസിൽ, അതെ, അല്ല, വെട്ടാത്തതാണെന്നാണ് കേട്ടത്. പിന്നെ ആ ഫിലിം പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കാണണമെന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലെ പറഞ്ഞിരുന്നു കാണും. അതെ, ആ സിനിമ കാണാൻ പോവുകയാണ്. അപ്പം കുടുംബസമേതമാണ് പോകുന്നത്. കുടുംബസമേതം. പാർട്ടി കോൺഗ്രസ് തുടങ്ങുന്നതിന് മുമ്പ് സിനിമ കാണുകയാണ്. അതെ, പാർട്ടി കോൺഗ്രസും സിനിമയും തമ്മിലൊന്നും ബന്ധമില്ല, എങ്കിൽ പോലും ആ സിനിമ കാണേണ്ടതാണ്. ഈ സിനിമ കാണുന്നതിലൂടെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, കാരണം ആ സിനിമ കൈകാര്യം ചെയ്ത പ്രമേയം മാത്രമല്ല, ആ സിനിമ കാണേണ്ടതാണ്. ആ സിനിമ കണ്ട് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വരൂപിക്കാം. ഇനി തെറ്റായിട്ടുള്ള പ്രവണതകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം തന്നെ അതിൽ രൂപപ്പെട്ടു വരും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ സാധാരണ എല്ലാവരും സിനിമ കാണണമെന്നൊന്നും പറയുന്ന ഒരാളല്ല. ഞാൻ സാധാരണ സിനിമ അധികം കാണാത്ത ഒരാളാണ്. പക്ഷേ ഈ സിനിമ എനിക്ക് കാണണം വളരെയധികം ആഗ്രഹം. കാരണം ഇത് കേരള രാഷ്ട്രീയത്തിലും അതുപോലെ സിനിമാ രംഗത്തും സാംസ്കാരിക രംഗത്തുമൊക്കെ കലാരംഗത്തുമൊക്കെ ഒരു വലിയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഡ്യൂസേഴ്സിന് വലിയ മെച്ചമായിരിക്കും. കാരണം എല്ലാവരും അത്യാവേശത്തോടു കൂടി തന്നെ സിനിമ ടാക്സിലേക്ക് പോവുകയാണ്. ഇന്നുള്ള തള്ളിച്ചയേക്കാളും കൂടുതൽ തള്ളിച്ചയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതും അവർക്ക് ഗുണകരമായിരിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അവർക്കെതിരെ എന്തെങ്കിലും മലയാള സിനിമാ രംഗത്തെ അതികായകനാണ് മോഹൻലാൽ, ഒരു മഹാപ്രതിഭയാണ്. അതുപോലെ തന്നെ പൃഥ്വിരാജ്, അദ്ദേഹത്തിൻ്റെ കുടുംബം തന്നെ ഒരു സിനിമാ കുടുംബമാണെന്ന് പറയാം. അങ്ങനെയൊക്കെ അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം എന്തെങ്കിലും ഉള്ളതായിട്ട് ഇന്ന് വരെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. മോഹൻലാൽ ഞാനുമായിട്ട് വളരെ കാലത്തെ ബന്ധങ്ങളുണ്ട്, വ്യക്തിബന്ധങ്ങളുള്ള ആണ്. പക്ഷെ ഒരിക്കലും ഒരു രാഷ്ട്രീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സിനിമാ നടനല്ല അദ്ദേഹം. ഒരു സിനിമാ രംഗത്തെ ഒരു പ്രതിഭയല്ല. അദ്ദേഹത്തിന് സിനിമയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്, കലയെയാണ് സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള കലാകാരന്മാരെയൊക്കെ ആക്രമിക്കുക, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന സിനിമ അഭിനേതാക്കളെ, പ്രതിഭകളെ, മലയാള സിനിമയുടെ തന്നെ ഒരു സംഭവമായിട്ടുള്ള മോഹൻലാലിനെ, പൃഥ്വിരാജിനെയൊക്കെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നിഷ്ഠൂരമായൊരു കൃത്യമാണ്. സൈബർ പോരാളികൾ അവരെ ആക്രമിക്കുകയാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? അതുകൊണ്ട് ഇത് സാംസ്കാരിക രംഗത്ത് ഉള്ള ഒരു ആക്രമണമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ കാണണം. ആ ആക്രമണത്തിനോടുള്ള പ്രതിരോധമാണ്. അതെ, ആക്രമണത്തോടുള്ള പ്രതിരോധമുണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ജനങ്ങളോട് പ്രതികരിക്കാൻ, നിങ്ങളോട് പ്രതികരിക്കാൻ. അതിനു വേണ്ടിയിട്ടുള്ള കൂടി കരുത്ത് സമ്പാദിക്കാനാണ് ഞാൻ ഇന്ന് തന്നെ സിനിമ കാണുന്നത്. സമയമായതുകൊണ്ട് അങ്ങേ വിടുകയാണ്. വളരെ കൃത്യമായി ഇ പി പറയുന്നത് ഈ സിനിമ കാണുന്നത് കൃത്യമായ പ്രതിരോധം തീർക്കലാണ് എന്നുള്ളതാണ്. കാരണം രാജേഷ് വെള്ളരിക്കൊണ്ടൊപ്പം ദീപക് ധർമ്മടം 24.